ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് സിമ്പിൾ കറി ആയതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ല. നമുക്ക് ആദ്യം ചെറുപയർ കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഓർക്ക് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ചേർക്കുന്ന കാര്യമാണിത്. വെളുത്തുള്ളി 2 അല്ലിയേ ഉള്ളൂ. 2 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഒരു ഷോയും ഇല്ല, 2ആയിട്ട് കട്ട് ചെയ്ത് ആ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ 2 പച്ചമുളക് ഒന്ന് കഴുകട്ടെ. ഓൾറെഡി കഴുകി നമ്മൾ വെച്ചിരിക്കുന്ന എന്നാലും നമുക്ക് ഒന്നുകൂടെ കഴുകണം. 2 പച്ചമുളക് ഇഷ്ടമുള്ള ആകൃതിയിലോ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്ത് കുക്കറിനകത്തേക്ക് തന്നെ ഇടുക. ഇനി ഒരു സവോളയുടെ ഹാഫ് നമുക്ക് എടുക്കാം. സവോള ഇത് സിമ്പിൾ കറിയാണ്. ഇതിന് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതായത് ഇതിൽ നമുക്ക് എണ്ണ ലാസ്റ്റ് താളിച്ചൊഴിക്കണമെങ്കിൽ താളിച്ചൊഴിക്കാം, ഒഴിക്കണമെങ്കിൽ അല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാം. നമുക്ക് സമയമുള്ളവർക്ക് താളിക്കാം. ഇത് നടുക്കോടുള്ള കട്ട് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് ഇതെല്ലാം നമ്മൾ കുക്കറിൽ വേവിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ പാത്രത്തിലാണെങ്കിലും വേവിക്കാം. കുക്കറിലാകുമ്പം വേഗം തന്നെ 2-3 വിസിലുകൊണ്ട് തന്നെ കറി റെഡിയാവും. അപ്പോൾ ഒരു സവോളയുടെ പകുതി ഞാൻ എടുത്തു, കട്ട് ചെയ്തു. ഇനി അടുത്ത സവോളയുടെ പീസ് ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. മടിയന്മാരുടെ കറിയാണെങ്കിലും കുറച്ച് ആർഭാടമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി 3 സവോളയും നമുക്ക് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കുക്കറിനകത്ത് ഓൾറെഡി ചെറുപയർ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, ബാക്കി പച്ചമുളക് അത് 2 ഉള്ളൂ. പിന്നെ ഒരു സവോളയുടെ ഒരു 1/4 പങ്ക് നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇതുകൂടി ഇട്ടു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് എണ്ണ ചേർക്കുമ്പോൾ ഇടാനുള്ളതാണ്. ഇനി കുക്കറിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. ഇനി സെയിം കുക്കറിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞി ഇത്ര ഉള്ള സ്പൂണിൻ്റെ അകത്ത് ഒരു ഹാഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇങ്ങനെ ഒന്ന് കറക്കുന്നു. കുക്കർ അടയ്ക്കാൻ പോവാണ്. കുക്കർ അടച്ച് നല്ല വിസിലൊക്കെ ഓക്കെയാണോ നോക്കിയിട്ട് വെയിറ്റിട്ട് കുക്കർ അടച്ച് നമ്മൾ കുക്കർ അടച്ചു. ഇനി ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ ആകുമ്പോൾ ഓപ്പൺ ആക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അതല്ല നമുക്ക് എണ്ണ ചേർക്കണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സവോളയും ഈ കറിവേപ്പിലയും കൂടെ ഇടുക. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടെ ആവശ്യമാണെങ്കിൽ അതോടെ ചേർത്ത് കഴിക്കും. പിന്നെ വത്തലമുളക് ഇടേണ്ടവർക്ക് വത്തലമുളക് ഇടാം. അപ്പം നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട, ഏത് മടിയന്മാർക്കും ഉണ്ടാക്കാം. അപ്പോൾ ബൈ.